അത് സേഫ്റ്റി പിന്നുണ്ടോ നിൽക്കും തോന്നുന്നില്ല. ശരിയാ. ഇനിയിപ്പം എന്താ ചെയ്യാ? ഇനി ഇത് കളഞ്ഞേക്കല്ലേ? ബാധ്യതകൾ ഉപേക്ഷിച്ചുള്ള യാത്രയില് പൊട്ടിയ ചെരുപ്പ് ഒരു ഭാരമാവണ്ട. സത്യഭാമയെ സംബന്ധിച്ചേ ഇതാപ്പ വിഷ്ണു. ഉപയോഗവും കഴിഞ്ഞ് തേഞ്ഞു വാറും പൊട്ടി ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരു ഭാരം. ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതും ഉപയോഗിക്കാൻ വയ്യ. തേഞ്ഞു പോയ ആളുടെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെ പോലെ. അങ്ങനൊന്നും പറയല്ലേ വിഷ്ണുവേട്ടാ. പറയണം ശാലിനി. ഇടയ്ക്കിടയ്ക്ക് ഇത് മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന വിഷ്ണു തോറ്റുപോയ കഥ. മാനത്തൂന്നൊരു ദിവസം ഭൂമിയിലേക്ക് പൊട്ടി വീണ കാര്യം. വിഷ്ണുവിന് സത്യഭാമയേക്കാൾ വളരണം ശാലിനി. അവന്റെ പെണ്ണിനെ അവളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കളക്ടറാക്കണം. വാ വിഷ്ണുവേട്ടാ, വാ. എന്താ? എന്താ വിഷ്ണുവേട്ടാ? ഇയാൾക്ക് ചെരുപ്പില്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു ചെരുപ്പ് വേണം. വിഷ്ണുവേട്ടൻ എന്തായി പറയുന്നത്? ഞാനത് സമ്മതിക്കില്ല. ചെരുപ്പിട്ടെ. സമ്മതിച്ചേ പറ്റൂ. നേരത്തെ ഞാൻ ഇയാൾക്കൊരു ചെരുപ്പിന്റെ കഥ പറഞ്ഞു തന്നില്ലേ? ഇണപിരിയാത്ത ജോഡികളവര്. ഒന്നില്ലാതെ മറ്റൊന്നിന് ജീവിതമില്ല. നമ്മളും അങ്ങനെയാണെങ്കിൽ. വിഷ്ണുവേട്ടാ, ഈ സ്നേഹത്തിന് വിഷ്ണുവിന്റെ കയ്യിൽ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ ശാലിനി. സ്നേഹം. വാ, വഴി ഒരുപാട് നടക്കാനുണ്ട്. പോടാ, വാ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. മോളെ ശാലിനി, മോളെ ശാലിനി, വിഷ്ണു മോനെ എന്നെ കൊണ്ടുപോലെന്ന് പറ മോനെ. ശാലിനി, ശാലിനി. വഴി കിടന്നൊരു മുട്ടുകമ്മല് കിട്ടിയ അത് തിരക്കി ആരെങ്കിലും വരുമെന്ന് പറഞ്ഞ് അരപ്പട്ടിണി കിടക്കുമ്പോഴും അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ശാരദ അങ്ങനെ കള്ളിയായി അല്ലേ? ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളാത്തൊരാളാ ഞാനെന്ന്. പെറ്റമ്മയ്ക്ക് മക്കളെ സംശയം, കൂടപ്പിറപ്പുകൾക്ക് പരസ്പരം കണ്ടുകൂടാ, മക്കൾക്ക് അച്ഛനമ്മമാരെ വേണ്ട. അങ്ങനെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജീവിക്കുന്നവരാ എല്ലാവരും. അക്കൂട്ടത്തിൽ ഞാൻ മാത്രം എല്ലാവരെയും വിശ്വസിച്ചും സ്നേഹിച്ചും. ഗോപാലേട്ടൻ എങ്ങനെയാ ഇവിടെ? അതൊന്നും പറയാതിരിക്കുക ഭേദം.
ജനറൽ ആശുപത്രി വരെയുള്ള കഥ ശാരദയ്ക്ക് അറിയാലോ. എല്ലാം ഉപേക്ഷിച്ച് കാശിയിലോ രാമേശ്വരത്തോ പോയി ശിഷ്ടജീവിതം നയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴൊരു കരട് മനസ്സിൽ കിടന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കാതിലെ കമ്മലും താലിമാലയൊക്കെ പണയം വെച്ചാണല്ലോ എന്നെ ചികിത്സിച്ചതെന്ന്. ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം അവരാണല്ലോ ഉള്ളതെല്ലാം ഊറ്റിയെടുത്ത് എനിക്ക് തന്നതെന്ന്. ശാരദ ഇനി അത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര കാലം കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. നീ പറയുന്ന പോലെ ജന്മം കൊടുത്താൽ മാത്രം അച്ഛനാവില്ലല്ലോ. ആ കടവെങ്കിലും വീട്ടാതെ പോയാ ഏത് പുണ്യഭൂമിയും എനിക്ക് ശാപമോക്ഷം തരില്ല എന്ന്. ഏത് ഗംഗയും മുങ്ങിക്കുളിച്ചാലും ആ പാപബോധം മാറില്ല എന്ന് തോന്നി. ജനറൽ ആശുപത്രിയിൽ നിന്ന് ഞാൻ നേരെ പോയത് വീട്ടിലേക്കാ. ചെന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. വീടിന് മുന്നിലൊരു ബോർഡ്, ഈ വീടും സ്ഥലവും ജപ്തിയില്ലെന്ന്. ഒരു വീടല്ല എനിക്കുള്ളതെന്ന് ശാരദയ്ക്ക് അറിയാലോ. രാജേശ്വരിയും ബാലേന്ദ്രനും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ഞാൻ അവിടെയൊക്കെ തിരക്കി ചെന്നു. എല്ലായിടത്തും അത് തന്നെ സ്ഥിതി. വീടും സ്ഥാപനങ്ങളും എല്ലാം ജപ്തി ചെയ്തു. അതെങ്ങനെ ഗോപാലേട്ടാ? സ്നേഹത്തിലായിരുന്നപ്പോ ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ബാലചന്ദ്രൻ എന്റെ കയ്യിൽ നിന്നൊരു പവർ ഓഫ് അറ്റോർണി ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു. എന്റെ വസ്തുവകകൾ നോക്കി നടത്തുകയും അത് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അവകാശം. ഞാൻ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോ ഒരത്യാവശ്യത്തിന് പണമെടുത്ത് മറിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു അവന്റെ ന്യായം. അവനെ കണ്ണടച്ച് വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോ സ്വത്ത് കൈവശപ്പെടുത്തണമെന്നായിരുന്നു ബാലചന്ദ്രന്റെയും രാജേശ്വരിയുടെയും മോഹം. സ്വത്തെഴുതി വാങ്ങിക്കാൻ അവര് ജനറൽ ആശുപത്രി വന്നതുവാ. ഞാനന്ന് മുഖത്തടിച്ച പോലെ ആട്ടിയിറക്കി. തിരിച്ചു ചെന്ന ബാലേന്ദ്രൻ ആ പവർ ഓഫ് അറ്റോർണി പൊടി തട്ടിയെടുത്തു. എന്റെ ഓരോ വീടുകളും സ്ഥാപനങ്ങളും പണയം വെച്ച് പലരിൽ നിന്നും കോടികൾ കടമെടുത്തു. അതും എന്റെ പേരിൽ. അപ്പം ഗോപാലേട്ടൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നോ? ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ എന്റെ നമ്പറിലേക്ക് വിളി വരുന്നുണ്ടായിരുന്നു. ജനറൽ ആശുപത്രിയിലും അമ്പലനടയിലും ഒക്കെ അന്തി ഉറങ്ങുന്ന എനിക്കെവിടെ മൊബൈല്? വീടുകളും സ്ഥാപനങ്ങളും ഒന്നൊന്നായി കൈവിട്ടു പോകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. എന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന പണം, വീട്ടിലെ സ്വർണം എല്ലാം അവന്റേതായി. എന്റെ പേരിൽ അവൻ ഒപ്പിട്ട് കൊടുത്ത ഒരു ചെക്ക് മടങ്ങിയതോടെ ഞാൻ തട്ടിപ്പുകാരനുമായി. ഇപ്പൊ വഞ്ചന കേസിലകത്ത്. ഇപ്പൊ കേസ് ഒന്നേ ഉള്ളൂ. ഇനി കേസുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അല്ല, അപ്പം ബാലേന്ദ്രനോ? കിട്ടിയ പണമെല്ലാം വച്ച് അവനൊരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങി. കേട്ട് കാണും, ബാലചന്ദ്ര ഫിനാൻസ്. നാട്ടിൽ സത്യഭാമയ്ക്കൊപ്പം നിൽക്കാവുന്ന ഒരു വട്ടിപ്പലിശക്കാരനാ ഇപ്പൊ ബാലചന്ദ്രൻ. പുതിയ വീട്, കാറ് എല്ലാം ഉണ്ട്. ഗോപാലേട്ട, രാജേശ്വരി? അത് ശാരദ അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയപ്പോ മുതല് രാജേശ്വരി പുതിയ ബന്ധങ്ങൾ തുടങ്ങി വെച്ചു. ഇപ്പൊ മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ഒരു പടുകിഴവനപ്പോ കേരളത്തിലുടനീള സ്ഥാപനങ്ങളും മാളുകളും ഒക്കെ ഉള്ള ആളാ. അയാളുടെ ഭാര്യ മരിച്ചുപോയത് മക്കളല്ല ഈ ബന്ധത്തിനെതിരാ. അയാളാണെങ്കിൽ രാജേശ്വരിയെ കണ്ട് മയങ്ങി എല്ലാം അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുക.
ചിലരങ്ങനെയാ. എന്തെങ്കിലും നേടിയെടുത്താൽ മാത്രം പോരാ, എപ്പോഴും ആരോടെങ്കിലുമൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ അവരുടെ മനസ്സിനൊരു തൃപ്തി വരൂ. നിന്നോട് ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടി. പരലോകത്തോ വരും ജന്മങ്ങളിലോ അല്ല. ഇവിടെ ചെയ്യുന്നതിനൊക്കെയുള്ള ശിക്ഷ ഇവിടെ തന്നെ. അതനുഭവിച്ചേ പോവാൻ പറ്റൂ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. സത്യാമയും ആശാനും ദുഷ്മൻ. അതല്ലട ഇപ്പോഴത്തെ പ്രശ്നം. താമസിക്കാൻ ഒരിടം വേണം. വിഷ്ണു തനിച്ചായിരുന്നെങ്കിൽ മരച്ചോട്ടിലോ കിടത്തുന്നില്ല കിടന്നുറങ്ങായിരുന്നു. ഒപ്പം ഒരു പെണ്ണും കൈക്കുഞ്ഞുള്ളതല്ലേ. അല്ല ആശാനെ ഏടത്തെ നമ്മുടെ വീട്ടിൽ പോയിക്കൂടെ? ശാരദാമ്മയുടെ വീട്ടിലേക്കോ? അത് വേണ്ടടാ. ശാരദാമ്മ 100 മനസ്സോടെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നറിയാം. പക്ഷേ നാളെ എൻ്റെ അമ്മ പറയരുത് അമ്മയുടെ സൗജന്യമോ ഔദാര്യമോ വേണ്ടെന്ന് വെച്ചിട്ട് അവൻ്റെ അച്ചി വീട്ടിൽ പോയി പൊറുതി തുടങ്ങിയെന്ന്. അതും ശരിയാണല്ലോ. അത് മാത്രമല്ലടാ, ബന്ധങ്ങൾ എപ്പോഴും കുറച്ച് അകന്നിരിക്കുന്ന നല്ലത്. ഇതൊക്കെ വിഷ്ണുവിന് കിട്ടിയ പുതിയ പാഠങ്ങളാ. ഈ സ്നേഹബന്ധത്തിനെ പറ്റിയൊക്കെ എത്ര വർണ്ണിച്ചാലും കൊടുക്കുന്നതിനൊക്കെ ഒരു കണക്ക് വെക്കും എല്ലാവരും. അതിപ്പോ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി. അങ്ങനെയൊന്നും ഇല്ലാന്ന് കരുതി നമ്മൾ ജീവിക്കുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വതം പോലെ പൊട്ടിപ്പുറത്തേക്ക് എത്താം. ആ നിമിഷമേ പിടിച്ചെക്കാൻ പാടുപെടേണ്ടി വരും നമ്മൾ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു തകർച്ചൂടി വയ്യ. വേറെ ഒരു ഗതിയില്ലാതെ വന്നപ്പോ നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി ഇങ്ങോട്ടല്ലേ വന്നെന്ന് എന്റെ പെണ്ണിനെ നോക്കി മറ്റാരും നാളെ ചോദിക്കാൻ പാടില്ല. വേണ്ട കമല, എന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ വിഷ്ണുവേട്ടന് സമ്മതമാണെങ്കിലും ഞാൻ ഈ അവസ്ഥയിൽ അത് സമ്മതിക്കില്ല. കമല, നീ വേറെ എന്തേലും വഴി നോക്ക്. എന്റെ തലയിലാണ് ഇപ്പൊ ഒന്നും ഓടുന്നില്ല. ഒരു വാടക വീടോ മറ്റോ എന്ന് പറഞ്ഞാൽ വാടകയായിട്ട് ഒരുപാടൊന്നും എടുത്തു കൊടുക്കാനുമില്ല. എടാ, സത്യഭാമയുടെ മകന് താമസിക്കാനുള്ള വീടെന്ന രീതിയിൽ നോക്കണ്ട. വിഷ്ണുവിന് പ്രത്യേകിച്ച് യാതൊരു മേൽവിലാസവും ഇല്ലാത്ത ഈ വിഷ്ണുവിനും കുടുംബത്തിനും അത്രയും മതി. അങ്ങനെയാണെങ്കിൽ ആശാനെ എന്റെ വീട് മതിയോ ആശാനെ? ആശാനെ വിട്ടേക്കാശാനെ. ആശാനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ കൊള്ളാവുന്നതല്ല എന്റെ വീടെന്ന് ഞാൻ മറന്നുപോയി. എടാ, നിന്റെ വീട് എനിക്ക് താമസിക്കാൻ കൊള്ളാവുന്നതല്ല അല്ലേ? പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച പൊടിയരിക്കപ്പോൾ തേങ്ങാ ചമ്മന്തിയുടെ ചക്കപ്പുഴുക്കിന്റെ രുചി ഇപ്പോഴീ നാവിന്ന് മാഞ്ഞിട്ടില്ലടാ. ആശാനെ എന്നാ ഉള്ള സൗകര്യത്തിൽ നമുക്ക് അവിടെ കൂടാം ആശാനെ. ശാലിനി, വിഷ്ണുവിനെല്ലാം നഷ്ടമായെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊക്കെ വെറുതെയാ. ഈ സൗഹൃദങ്ങളാ വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വത്ത്.
അവൻ പറയും ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോണോന്ന്. അതിനിവിടെ എന്തുണ്ടായിട്ടാ? അരിയില്ല, ഉപ്പില്ല, മുളകില്ല, എന്ത് ചോദിച്ചാലും ഇല്ല. മാവേലി സ്റ്റോറിന്റെ അതേ അവസ്ഥയിലായി ഈ വീടും. എന്റെ പൊന്നു വിജി, നീ ഒന്ന് അടങ്ങ്. അരി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ കമല പോയിരിക്കുന്നെ? അരി വാങ്ങിച്ച ചോറാവും, അതിന്റെ കൂടെ എന്തെങ്കിലും തൊട്ട് നിൽക്കണ്ടേ? ഒരു കൂട്ടാൻ വെക്കാൻ സവാളയോ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എടി, അതിന് പറമ്പിന്ന് എന്തെങ്കിലും? ഓ, അതിന് 10 ഏക്കർ പറമ്പ് വാങ്ങിച്ചിട്ടിരിക്കുവാണല്ലോ അച്ഛൻ ചുറ്റിനും. അതെ, ആരാന്റെ പറമ്പാ, ഒളിച്ചും പാത്തും വേണം അതിൽ കേറാനായിട്ട്. എന്നിട്ടും അവിടുത്തെ ചേമ്പിനും കാച്ചിലിനും വല്ല രക്ഷയുണ്ടോ? കാന്താരി ചെടി പോലും കൈ കൂപ്പി ഇന്ന് കരയുവോ, എന്നെ കൊല്ലല്ലേന്നും ഇനി എന്റെ കയ്യിൽ തരാനൊന്നും ഇല്ലെന്നും പറഞ്ഞു. അന്നൊരു ദിവസം ചൊറിയൻ ചേമ്പ് പുഴുങ്ങി തിന്നതിന്റെ ചൊറിച്ചില് ഇപ്പോഴും തൊണ്ടേന്ന് വിട്ട് മാറിയിട്ടില്ല. ഇനി ലൂക്കാച്ചന്റെ പറമ്പിലുള്ളത് മരത്തടിയിന്മേൽ മുളച്ച വിശക്കൂണ. ഞാൻ അത് വേണേ പറിച്ചോണ്ട് വരാം, എന്നിട്ട് എല്ലാവർക്കും കൂടി വച്ചങ്ങ് വിളമ്പാം. അച്ഛന്റെ വഴിയങ്ങ് പോയാ പിന്നെ 4 നേരം വിശക്കുന്ന പ്രശ്നമില്ലല്ലോ. മരിച്ചുപോയവരെ കുറിച്ചൊക്കെ എന്തിനാ വിജി പറയുന്നേ? മരിച്ചിട്ടെങ്കിലും അവർക്ക് ഇത്തിരി സമാധാനം കൊടുക്ക്. കൊടുത്തേക്കാം. എത്ര കിലോ കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാ മതി. ഇവിടെ സമാധാനം നിറഞ്ഞു തുളുമ്പോ ആണല്ലോ, എത്ര വേണേ കൊടുക്കാം. അതെ, മരിച്ചു പോയവരെ പറയിപ്പിക്കാതിരിക്കണമെങ്കിലേ ജീവിച്ചിരിക്കുന്നവർ വിചാരിക്കണം. ലോറിയിൽ തടി കയറ്റുന്നതിനിടെ ലോഡ് കിട്ടുന്ന കയറ് പൊട്ടി വീണല്ലേ ലോഡിംഗ് തൊഴിലാളിയായ അച്ഛൻ മരിക്കുന്നത്. ലക്ഷങ്ങൾ കൊടുത്ത് ആവശ്യക്കാർ വാങ്ങുന്ന ജോലി അത്. കാർഡ് എടുക്കാൻ പറഞ്ഞ് യൂണിയൻകാർ കമലിന്റെ പിറകെ നടന്നതല്ലേ. എന്നിട്ട് അവൻ പോയോ? ഇല്ല. അവന്റെ ചേച്ചിയായി എന്നെ കെട്ടിച്ചു വിടണോന്ന് ഒരു വിചാരമുണ്ടോ അവന്? അവൻ എപ്പോഴും അവന്റെ കൂട്ടുകാരുടെ കൂടെ നടന്ന് ആശാനേന്ന് വിളിച്ച് മീശം പിരിച്ച് നടന്നാ മതി. എന്നാ സത്യഭാമയുടെ മകനാ, അതിനനുസരിച്ചുള്ള വല്ല പൂക്കുച്ചോളയും അവന് കൊടുക്കുന്നുണ്ടോ? അതുമില്ല. എടി, അവനെ മാത്രം എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നേ? അച്ഛനില്ലാതെ വന്നപ്പോ 4-5 വീട്ടിൽ ഒരേ സമയം പണിക്ക് പോയിട്ട് ഞാൻ ഈ വീട് നോക്കിക്കൊണ്ടിരുന്നല്ലേ. ആസ്മ വന്നേ പിന്നെയല്ലേ ആർക്കും വേണ്ടാതായത്. പഠിച്ചു ചൊവ്വാവൂന്ന് പറഞ്ഞാ സ്കൂളിൽ വിട്ടത്. എന്നിട്ട് 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചതോ ആനമുട്ട. എന്നിട്ട് അവള് ജോലിക്ക് പോകണമെങ്കിൽ പേഷ്കാരുദ്യോഗം തന്നെ വേണം. എടി, ഇപ്പോഴത്തെ തൂപ്പുകാരി വരെ BA MA ഒക്കെ. എന്നാ കിട്ടുന്ന പണിക്ക് എന്തെങ്കിലും പോവാൻ പറഞ്ഞ ഇവളത് കേക്കുവോ? എന്നിട്ട് അവള് കമലനെ കുറ്റം പറയുന്നു. ഞാൻ വല്ലവന്റെ അടുക്കളയിൽ പോയി അമ്മയെ പോലെ പാത്രം കഴുകാനും പിഴുപ്പലക്കാനും പോണോ അല്ലേ? എന്റെ പട്ടി പോകും. വീട്ടിലെ പെണ്ണുങ്ങളല്ല, ആണുങ്ങളാ പണിക്ക് പോയി കുടുംബം നോക്കേണ്ടത്. പത്തി തോറ്റെങ്കിലേ കണക്കായിപ്പോയി. എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടേക്ക്. അതിന് പഠിപ്പിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ വേണോ അതോ കുറച്ചു കഴിഞ്ഞു മതിയോ? ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ആവശ്യം ഈ തിളയ്ക്കുന്ന വെള്ളത്തിലിടാനേ ഒരു നാഴി അരിയ. ഇതുപോലെ വെള്ളം അനത്തിയിട്ട് മൊത്തം വറ്റിപ്പോയ ദിവസങ്ങളും ഉണ്ട്. അരി വാങ്ങാനെന്ന് പറഞ്ഞു പോയവൻ ഒടുവില് രാത്രി ഇളിച്ചോണ്ടേ തലയും ചൊറിഞ്ഞോണ്ട് കയറി വരും. ആശാൻ അത്യാവശ്യമായിട്ട് ഒരു ജോലി ഏൽപ്പിച്ചു, അതിന്റെ പിന്നാലെ പോയെന്നും പറഞ്ഞു. ഇന്നും അങ്ങനെ കേറി വരാനാ പ്ലാനെങ്കിൽ സത്യമായിട്ട് അമ്മേ ഞാൻ ഒരു കലം വെള്ളം കൂടി തിളപ്പിക്കും നിങ്ങളുടെ മോന്റെ മുഖത്തൊഴിക്കാൻ. ആ സത്യഭാമയുടെ മോനുമായിട്ടുള്ള കമ്പനി എന്ന് നിങ്ങളുടെ മോൻ നിർത്തുന്നുണ്ടോ അന്ന് ഈ കുടുംബം രക്ഷപ്പെടും. അച്ഛനെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നീ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട, അവൻ വന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ, അരി ഇല്ലാതാ ഇന്ന് അവൻ വന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാഴ്ചയില്ലേ, അതിന് വൈകുന്നേരം വരെ കാക്കണ്ട. എത്രേ? വേണ്ട അച്ഛനെ, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം. അത് വേണം. എന്റെ വീട്ടിൽ വന്നിട്ട് ആശാൻ ഓട്ടോ കാശ് കൊടുക്കാനോ? നടക്കില്ല ആശാനെ. എത്ര ഏട്ടാ? 90. എത്ര? 90. എടാ നിന്നോട് അരി ആശാനുണ്ട്. ആശാൻ വാ. ആശാനെ എന്തൊക്കെയുണ്ട് വീട്ടിലെ സുഖം തന്നെയല്ലേ? ഓ സുഖം തന്നെ വിഷ്ണു. ആ വിഷ്ണുമോനെ, ശല്യമോളെ, ഇത് പ്രീതിമോളുടെ കുഞ്ഞല്ലേ? ഇങ്ങോട്ടൊന്ന് തന്നെ വാ മക്കളെ, വാ. ആ ഏട്ടത്തിയമ്മേ, ഇതെന്റെ അമ്മ ഇന്ദുമതി.
ഇതെന്റെ ചേച്ചി വിജില.